നമസ്കാരം. നീ കുറച്ചുകൂടി സ്മാർട്ട് ആവണം. എനിക്ക് വേണ്ടതെല്ലാം നീ തരണം. ബോളിവുഡിന്റെ സൂപ്പർ താരം രൺവീർ സിംഗിന് നേരെ ഉയർന്ന ഈ വാക്കുകൾ കേട്ട് രാജ്യം ഞെട്ടുകയാണ്. ദുരന്തർ എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിനിടയിൽ താൻ നേരിട്ട ക്രൂരമായ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് രൺവീർ വെളിപ്പെടുത്തിയ സത്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. സിനിമയിലെ ആ കറുത്ത ലോകത്തെക്കുറിച്ച് രൺവീർ പറയുന്നത് ഇങ്ങനെയാണ്. ദുരന്തർ എന്ന സിനിമയിലൂടെ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുമ്പോഴും തന്റെ കരിയറിന്റെ തുടക്കത്തിൽ നേരിട്ട ദുരനുഭവങ്ങൾ രൺവീറിനെ വേട്ടയാടുകയാണ്. സിനിമയിൽ അവസരം തേടി നടന്ന കാലത്ത് ഒരു പ്രമുഖ കാസ്റ്റിംഗ് ഏജന്റിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് രൺവീർ മനസ്സ് തുറന്നു. കഠിനാധ്വാനം ചെയ്ത് തയ്യാറാക്കിയ തന്റെ പോർട്ട്ഫോളിയോ നോക്കാൻ പോലും അയാൾ തയ്യാറായില്ലെന്നും പകരം മോശമായ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചതെന്നും രൺവീർ പറയുന്നു. നീ സെക്സി ആവണം, എനിക്ക് വേണ്ടത് തന്നാൽ നിന്നെ ഞാൻ ഉയരങ്ങളിൽ എത്തിക്കാമെന്നതായിരുന്നു അയാളുടെ വാഗ്ദാനം. സംസാരത്തിനിടയിൽ രൺവീറിന്റെ ശരീരത്തിൽ മോശമായ രീതിയിൽ സ്പർശിക്കാനും അയാൾ ശ്രമിച്ചു. എന്നാൽ ശക്തമായി പ്രതികരിച്ചതോടെ അയാൾക്ക് പിന്മാറേണ്ടി വന്നു. പിന്നീട് പല യുവ അഭിനേതാക്കളോടും ഇയാൾ ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെന്ന് താൻ അറിഞ്ഞുവെന്നും രൺവീർ വെളിപ്പെടുത്തുകയാണ്. പുറമേ കാണുന്ന തിളക്കമല്ല സിനിമാ ലോകത്തിന്റെ ഉള്ളറകളെന്ന് രൺവീർ സിംഗിന്റെ ഈ അനുഭവം തെളിയിക്കുകയാണ്. തനിക്ക് നേരിട്ട അതിക്രമത്തോട് പതറാതെ പ്രതികരിച്ച രൺവീർ ഇന്ന് ബോളിവുഡ് ഭരിക്കുകയാണ്. ഇത്തരം മൃഗങ്ങളെ ഇനിയും സിനിമാ ലോകത്ത് തുടരാൻ അനുവദിക്കണോ എന്നാണ് ആളുകൾ കമന്റുകളിലൂടെ ചോദിക്കുന്നത്. ആദ്യമേ നമുക്ക് ദുരന്തർ എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. രൺവീർ സിംഗിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിട്ടാണ് നിരൂപകർ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത്. ബോക്സ് ഓഫീസിൽ തരംഗമായി മാറിയ ഈ ചിത്രം രൺവീർ എന്ന നടന്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഓരോ സിനിമ കഴിയും തോറും അദ്ദേഹം തന്നെ മെച്ചപ്പെടുത്തുകയാണ്. എന്നാൽ ഈ വിജയത്തിന് മധുരം നുണയുമ്പോഴും തന്റെ പഴയ കാലത്തെക്കുറിച്ച് രൺവീർ ഓർക്കുന്നത് നൊമ്പരത്തോടെയാണ്. ഇന്നത്തെ സൂപ്പർ സ്റ്റാറിന് പണ്ട് നേരിടേണ്ടി വന്നത് ക്രൂരമായ അവഗണനകൾ, ലൈംഗിക അതിക്രമ ശ്രമങ്ങളുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് രൺവീർ നൽകിയ ചില അഭിമുഖങ്ങളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. നടനാകുന്നതിന് മുൻപ് അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്ത പരിചയവുമായാണ് അദ്ദേഹം അവസരങ്ങൾ തേടിയിറങ്ങിയത്. മനോഹരമായ ഒരു പോർട്ട്ഫോളിയോവുമായി ഒരു കാസ്റ്റിംഗ് ഏജന്റിനെ കാണാൻ പോയ ആ ദിവസം രൺവീർ ഇന്നും ഓർക്കുന്നു. താൻ അയാളുടെ അടുത്തേക്ക് പോയി തന്റെ കഴിവുകൾ തെളിയിക്കുന്ന ഫോട്ടോകൾ കാണിച്ചു. പക്ഷെ അയാൾ അതിലേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല. അയാൾക്ക് തന്റെ അഭിനയത്തിലോ കഴിവിലോ താല്പര്യമില്ല എന്ന് തനിക്ക് ഉടനെ മനസ്സിലായി. അയാൾക്ക് വേണ്ടത് മറ്റൊന്നായിരുന്നു. അയാൾ രൺവീറിനോട് പറഞ്ഞത് ഇതാണ്: നീ സ്മാർട്ടാണ്, പക്ഷെ കുറച്ചുകൂടി സെക്സി ആവണം. അങ്ങനെയെങ്കിൽ നിന്നെ ഞാൻ വലിയ ഉയരങ്ങളിൽ എത്തിക്കാം. അപ്പോൾ നീ എനിക്ക് വേണ്ടതെല്ലാം തിരിച്ചു തരും. ഈ വാക്കുകൾ കേട്ട് അമ്പരന്നു പോയ രൺവീർ പ്രതികരിക്കാൻ നോക്കുമ്പോഴേക്കും അയാൾ മോശമായ രീതിയിൽ ശരീരത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് ആ യുവാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. രൺവീർ സിംഗ് നേരിട്ടത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ബോളിവുഡ് എന്ന മായാലോകത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഇത്തരം എത്രയോ കഥകൾ ഒളിഞ്ഞുകിടക്കുന്നു. പുറമേ കാണുന്ന ഗ്ലാമറിന് പിന്നിൽ ചൂഷണത്തിന്റെ വലിയൊരു ലോകമുണ്ട്. പുതുതായി വരുന്ന അഭിനേതാക്കളെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്ന ഒരു വലിയ മാഫിയ തന്നെ അവിടെയുണ്ട്. രൺവീർ ശക്തനായതുകൊണ്ട് തന്നെ പ്രതികരിച്ചു. പക്ഷേ പ്രതികരിക്കാൻ കഴിയാതെ പോയ എത്രയോ പേർ ആ ലോകത്ത് ഇന്നും ശ്വാസം മുട്ടി കഴിയുന്നുണ്ടാകും. രൺവീർ തന്നെ പിന്നീട് അത് പറയുകയും ചെയ്തു. ആ ഏജന്റ് പല യുവതാരങ്ങളെയും ഇത്തരത്തിൽ ചതിച്ചിട്ടുണ്ടെന്ന്. സിനിമയിൽ വരണമെങ്കിൽ അഭിനയത്തെക്കാൾ ഉപരി മറ്റെന്തൊക്കെയോ നൽകേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഇന്ന് രൺവീർ സിംഗ് ആ ഏജന്റിനും അയാളെപ്പോലെയുള്ളവർക്കും നൽകുന്ന മറുപടി തന്റെ വിജയമാണ്. തളർത്താൻ നോക്കിയവർക്ക് മുന്നിൽ തലയുയർത്തി നിന്ന് അദ്ദേഹം ഇന്ന് ബോളിവുഡിന്റെ ചക്രവർത്തിയായി മാറിയിരിക്കുന്നു. ദുരന്തർ എന്ന സിനിമയുടെ വിജയം കേവലം ഒരു നടന്റെ വിജയമല്ല, മറിച്ച് തന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടിയ, ചൂഷണങ്ങളെ അതിജീവിച്ച ഒരു മനുഷ്യന്റെ വിജയമാണ്. സിനിമാ ലോകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് രൺവീറിന്റെ ഈ ജീവിതം ഒരു പാഠമാണ്. പ്രതിഭയുണ്ടെങ്കിൽ, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇത്തരം പ്രതിബന്ധങ്ങളെ തകർത്തെറിയാൻ നമുക്ക് കഴിയുമെന്നാണ് രൺവീർ തെളിയിക്കുന്നത്. രൺവീർ സിംഗിന്റെ ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് താങ്ങായി നിന്ന ഒരാളെക്കുറിച്ച് പറയാൻ ഇരിക്കാൻ പറ്റില്ല. അത് ദീപിക പദുക്കോണാണ്. ബോളിവുഡ് കണ്ട ഏറ്റവും മനോഹരമായ പ്രണയകഥകളിൽ ഒന്നാണ് ഇരുവരുടേതും. സിനിമയിലെ ചതിക്കുഴികളെക്കുറിച്ചും കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ചും രൺവീർ മനസ്സ് തുറന്നപ്പോഴെല്ലാം ദീപിക അദ്ദേഹത്തിന് നൽകിയ പിന്തുണ വലുതായിരുന്നു. താൻ അനുഭവിച്ച മാനസിക വിഷമങ്ങളിൽ നിന്നും പഴയ കാലത്തെ ആ കൈപ്പേറിയ ഓർമ്മകളിൽ നിന്നും രൺവീറിനെ കൈപിടിച്ചുയർത്താൻ ദീപികയ്ക്ക് കഴിഞ്ഞു. രാംലീലയുടെ സെറ്റിൽ തുടങ്ങിയ ആ ബന്ധം ഇന്ന് ലോകം ആരാധിക്കുന്ന ഒരു മാതൃകാ ദമ്പതികളിലേക്ക് എത്തി നിൽക്കുന്നു. രൺവീർ പലപ്പോഴും പറയാറുണ്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ദീപികയാണെന്ന്. കരിയറിലെ ഉയർച്ച താഴ്ചകളിലും വിവാദങ്ങൾ വേട്ടയാടിയപ്പോഴും ദീപിക രൺവീറിന്റെ നിഴലായി കൂടെയുണ്ടായിരുന്നു. ഇപ്പോൾ ദുരന്തർ ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിക്കുമ്പോൾ ആ വിജയത്തിൽ രൺവീറിനേക്കാൾ സന്തോഷിക്കുന്നത് ദീപികയാണ്. പരസ്പരമുള്ള ഈ ബഹുമാനവും സ്നേഹവുമാണ് സിനിമാ ലോകത്തെ പല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ രൺവീറിനെ സഹായിച്ചത്. ചതിക്കുഴികൾ നിറഞ്ഞ സിനിമാ ലോകത്ത് പതറാതെ നിൽക്കാൻ രൺവീറിന് കരുത്തായത് ദീപികയുടെ സ്നേഹം കൂടിയാണ്. ദുരന്തർ എന്ന സിനിമയുടെ വിജയം ആഘോഷിക്കുമ്പോൾ ഈ മനോഹരമായ ബന്ധത്തെയും ആരാധകർ ഓർത്തെടുക്കുന്നു. സിനിമാ ലോകത്തെ ഈ മാതൃകാ ദമ്പതികളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്.